നരബലി എന്ന ഞെട്ടിക്കുന്ന വാർത്ത മലയാളിയെ ലോകത്തിനു മുന്നിൽ തലകുനിച്ച് നിർത്തിയതാണ്. ഇനി ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിലുള്ള ആക്രമണങ്ങൾ നവോത്ഥാന കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് നാം ഒന്നിച്ച് അന്ന് സത്യപ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. പക്ഷേ ആഭിചാരത്തിന്റെ മറവിലുള്ള ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത പിന്നെയും നമ്മൾ കണ്ടു, ഇടുക്കിയിൽ നിന്ന് കേട്ടു. ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങൾ ഇത്തരം അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കൊല്ലം ആയൂരിൽ നിന്ന് മന്ത്രവാദത്തിന്റെ പേരിൽ, അതിന് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് ഒഴിച്ചത് തിളച്ച മീൻകറി. മുഖത്തും കയ്യിലും പൊള്ളലേറ്റ റജുല എന്ന യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. എന്നാൽ ഭർത്താവ് സജീറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മന്ത്രവാദിയായ ഉസ്താദിനെ പ്രതി ചേർക്കാത്തതിലും ഒത്തുകളിയുണ്ട് എന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. കാണാം ക്രൈം സീൻ. കൊല്ലം ആയൂരിൽ നിന്നാണ് മലയാളിയെ നാണം കെടുത്തുന്ന വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലായ സജീർ എന്നയാൾ ഭാര്യയുടെ മുഖത്തേക്കാണ് തിളച്ച മീൻകറി ഒഴിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് മീൻകറി കൊണ്ടുള്ള ആഭിചാരമെന്ന്? കഥ ഇങ്ങനെയാണ്. അന്ധവിശ്വാസിയായ സജീർ ആഭിചാരക്രിയകൾ സ്ഥിരമായി നടത്താറുള്ള ആളാണ്. ഇത് തടയാൻ ശ്രമിച്ചതാണ് ഭാര്യയ്ക്ക് നേരെയുള്ള പ്രകോപനത്തിന് കാരണം. എനിക്ക് ക്ഷേത്രം കൂടിയിരിക്കുമെന്നൊക്കെ പറഞ്ഞത്, അതിനെ ചൊല്ലി നിരന്തരം പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി സംസാരം ഉണ്ടായപ്പോഴാണ് ഈ അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന ഈ മീൻകറി വലതുകൈ തട്ടി എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞത്. പിടികൂടാത്തത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് ഒരുപാട് ക്രൂരത ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, കസര വെച്ച് അടിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത ആളാണ്. പിന്നെ ഒത്തൂർ 4 കേസ് ചടയമൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. വനിതാ സെല്ലി കൊട്ടാരക്കര കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തൂറുമായിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. 8 മാസം എൻ്റെ കൂടെ 3 വർഷത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞ് വന്നൊരു വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പള്ളിക്കാരും എല്ലാവരും വന്ന് ഒത്തുതീർപ്പ് ചെയ്ത് അവർ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയി. എനിക്ക് സ്വന്തം ആൺമക്കളില്ല, ചേട്ടത്തിയുടെ മോനായത്. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് വിഷമങ്ങൾ കൊണ്ട് എനിക്ക് സുഖമില്ലാത്ത ഹാർട്ട് പേഷ്യൻ്റായിരുന്നു. അങ്ങനെ ഉള്ള വിഷമത്തിൽ മോളും എന്നെ ഓർത്ത് ഉമ്മച്ചി വിഷമിക്കാതെ ഇരിക്കാൻ വേണ്ടി അവൾ പോയി. അങ്ങനെ പോയി 3 വർഷം കൊണ്ട് അവൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൂരതകളാണ് ചെയ്യുന്നത്. വെറും വിശ്വാസിയല്ല, അന്ധവിശ്വാസിയാണ് തന്റെ ഭർത്താവെന്നാണ് ഭാര്യ റജുലയുടെ ആരോപണം. സംഭവത്തിന് തൊട്ടു മുൻപുള്ള ദിവസം റജുലയുടെ സ്വർണ്ണമാല പണയം വെക്കാൻ ഭർത്താവ് സജീർ ആവശ്യപ്പെട്ടിരുന്നു. റജുല ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, തരില്ല. പിന്നീട് ഇരുവരും തമ്മിൽ എന്തോ വഴക്കുണ്ടായി കാണണം. തൊട്ടടുത്ത ദിവസം സജീർ വീട്ടിലെത്തിയത് ഒരു മന്ത്രവാദി ഉസ്താദിനെ കൂട്ടിയാണത്രേ. കാരണം ഇത്രമാത്രം, തന്റെ ഭാര്യ റജുലയുടെ ശരീരത്തിൽ ചാത്തൻ അഥവാ ജിന്ന് കയറിയിട്ടുണ്ട്. അതിനെ ഒഴിപ്പിച്ചാൽ മാത്രമേ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകൂ. മുമ്പ് ഇത്തരം മന്ത്രവാദങ്ങളൊക്കെ പുള്ളി ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഇയാളിപ്പോൾ സ്ഥിരം ഇങ്ങനെയുള്ള ഒരു സ്വഭാവമായിട്ട് വന്നേക്കുക. അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ മന്ത്രവാദം സംബന്ധിച്ച് എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒപ്പിച്ച് കൊണ്ടുവരും. പിന്നെ അതുകൊണ്ട് അവരാരും കൊടുത്തു വിടുന്നതൊന്നും അവൾ കഴിക്കാറൊന്നുമില്ല. അതിനകത്തൊക്കെ കൊടുക്കുമെന്നും പറഞ്ഞ് പേടിച്ച് കഴിക്കത്തില്ല. പിന്നെ ഇതിനെ ഇങ്ങനെ ഉപദ്രവമൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഭക്ഷണത്തിലും ഇത്തരം കൊടുക്കുമായിരിക്കാം. അതുകൊണ്ട് അവൾക്ക് പേടിയുണ്ടായതുകൊണ്ട് അവൾ കഴിക്കത്തില്ല. അവൾ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നതേ കഴിക്കാറുള്ളൂ. ഉസ്താദിന്റെ ഉദ്ദേശം ഇത്രമാത്രം. റജുല മുടിയഴിച്ചിട്ട് ഉസ്താദിന്റെ മുൻപിൽ കുനിഞ്ഞിരിക്കണം. ഒഴിഞ്ഞു പ്രാർത്ഥിച്ചാൽ ശരീരത്തിൽ പ്രവേശിച്ച, അല്ലെങ്കിൽ ആരെങ്കിലും കൂടോത്രത്തിന്റെ ഭാഗമായി പ്രവേശിപ്പിച്ച ജിന്ന് എന്ന ചാത്തൻ ഓടിപ്പോകും. ഭർത്താവ് സജീർ പരമാവധി ആവശ്യപ്പെട്ടു. ഭാര്യ വഴങ്ങിയില്ല. പിണങ്ങി അടുക്കളയിലേക്ക് പോവുകയായിരുന്നു. ഉസ്താദിനെ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് റജുല ആവശ്യപ്പെടുകയും ചെയ്തു. സമയം ഉച്ചയോടടുക്കുന്ന നേരമായിരുന്നു. അടുപ്പിലെ ചട്ടിയിൽ ചൂടുള്ള മീൻകറി. പ്രകോപനം വഴക്കിന് വഴിമാറി. തിളച്ച മീൻകറി സജീർ റജുലയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു.
എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നേ പറ്റൂ എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ പറയും, 101 വട്ടം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യന്ത്രം ഞാൻ എഴുതിത്തരാം. അങ്ങനെ അതും കൊണ്ട് ഇവിടുന്ന് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഭാര്യ ഇത് അനുസരിക്കുന്നില്ല, ഭാര്യ അനുസരിക്കത്തില്ല, അയാൾ പറയുന്നത് അനുസരിക്കില്ല. അങ്ങനെ എന്നെ വിളിച്ച്, ഉസ്താദ് എന്താ ചെയ്തു കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഞാനൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളല്ല. ഭാര്യ വിളിച്ച് ഞാനൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആളല്ല, പിന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനൊരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്ത് ഇവിടുത്തെ ഒരു വഴി കൂടെ ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു. അത് 1 മാസം മുമ്പാണ്. സജീർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് ഉസ്താദ് സമ്മതിക്കുന്നുണ്ട്. വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഭാര്യയുമായാണ് പ്രശ്നം. അതിന് ഒരു പ്രത്യേക പ്രാർത്ഥന നടത്താമെന്ന് താൻ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക് പോയത്. പിന്നീട് ഭാര്യയുമായി സജീറിനുണ്ടായ പ്രശ്നങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഉസ്താദ് നിലപാട് വ്യക്തമാക്കുന്നു. ഉസ്താദിനെയും പ്രതിയാക്കണോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്? അദ്ദേഹത്തെ പ്രതിയാക്കണമല്ലോ. ഇങ്ങനെ ചെയ്യാമോ? ഇങ്ങനെ ചെയ്തുകൂടല്ലോ. ഈ വേണ്ടാത്ത കാര്യങ്ങൾ അത് ഇത് ഇങ്ങനെ കൊടുത്തു വിടുന്ന ഇതൊക്കെ സത്യമുള്ള കാര്യങ്ങളല്ല. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ഒരു കുടുംബത്തിൽ ഇത് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുന്നത് അത് കാരണമല്ലേ? ഇങ്ങനെ ഒരു ഉസ്താദന്മാരൊന്നും ഇപ്പം ഇല്ല, അങ്ങനൊന്നും ചെയ്തുകൂടാ. ഭസ്മൊന്നും ഞാൻ കൊടുക്കുന്ന പതിവല്ല, ഭസ്മം എൻ്റെതല്ല. അതിന് വേറെ വല്ലയിടത്തും പോലും ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ ഭസ്മം കൊടുക്കുന്ന ആളല്ല, ഞാനൊരു പഠിച്ച ഒരു ഉസ്താദാണ്. എന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞ് പ്രതി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, പ്രതിയാക്കേണ്ട വസ്തുത വല്ല എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, 4 ആളെ മുമ്പിൽ പറയട്ടെ. മുഖത്തും കഴുത്തിലും മാരകമായാണ് 36-കാരിക്ക് പൊള്ളലേറ്റത്. ഇവർ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി. 5 നേരം നിസ്കരിക്കാറുണ്ടെങ്കിലും ഭർത്താവിന് കൂടുതൽ പ്രിയം മന്ത്രവാദത്തോടാണെന്നാണ് ഭാര്യയുടെ ആരോപണം. കൂടാതെ 9 വയസ്സുള്ള മകനെയും സജീർ മർദ്ദിക്കാറുണ്ടെന്നും യുവതിയും കുടുംബവും ആരോപിക്കുന്നു. ചടയമംഗലം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സജീറും മന്ത്രവാദിയും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിക്കപ്പെട്ടു. സജീറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മന്ത്രവാദിയായ ഉസ്താദിനെ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടേയില്ല. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് ആക്രമണത്തിൽ പരിക്കേറ്റ റജുലയുടെ ആരോപണം. ആരോപണം എന്തായാലും ആഭിചാരത്തിന്റെ പേരിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാകരുത്. അതിന് കൃത്യമായ അന്വേഷണവും നടപടിയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.